ഓപ്പറേഷൻ ഗുണ്ട രാഞ്ചിനെ പിടിക്കുക എന്നുള്ള വളരെ അടുത്തൊരു പ്രോജക്റ്റ് ഇറക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നാണ് പേര്. ഞാൻ ഗുണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര്. ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെയും കൂടി ഭാഗമായി ചെറുപ്പക്കാരായ നിരവധി ആളുകൾ പെട്ടെന്ന് പണമുണ്ടാക്കുന്നതിനും സുഖലോലുപരായി ജീവിക്കുന്നതിനും വേണ്ടി അക്രമ സ്വഭാവമുള്ള കൊട്ടേഷൻ പരിപാടികൾ എടുക്കാറുണ്ട്. അവർക്കതൊരു ഹരമാണ്. വലിയ കാർ എടുക്കാം, നന്നായി മദ്യപിക്കാം, പിന്നെ DJ പാർട്ടികളിൽ പങ്കെടുക്കാം, വിചാരിക്കുന്ന ഡ്രസ്സ് എടുക്കാം, നല്ല ഫുഡ് കഴിക്കാം. അപ്പോൾ അവർക്കൊരു ക്രൈസാണ്. ഈ ക്രൈസിനെ മുതലാക്കി ആണ് അർജുൻ ആയങ്കിമാരും കൊടിസുനിമാരും കിർമാണിമാരുമൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ പ്രസവിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞും ഗുണ്ടയാവുന്നില്ല, ഒരു കുഞ്ഞും ക്രിമിനലാവുന്നില്ല. പക്ഷെ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ കുറച്ച് പേർ ഈ സമൂഹത്തിൽ മറ്റുള്ളവർ വളരെ വലിയ തുകയിൽ ജീവിക്കുന്ന കാണുമ്പോൾ, ആഡംബരത്തോട് ജീവിക്കുന്ന കാണുമ്പോൾ തനിക്കും അങ്ങനെ വേണം എന്നുള്ള ചിന്തയിൽ അധ്വാനിച്ചാൽ കിട്ടുന്ന പണം എത്രയാണ് എന്നൊക്കെ നോക്കി ഇതിനിറങ്ങി പുറപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പ്രതികാരത്തിൻ്റെ ഭാഗമായി ഇറങ്ങുന്നവരുണ്ട്. വീട്ടിലുള്ള പ്രതികാരം, നാട്ടിലുള്ള പ്രതികാരം, കുടുംബക്കാർക്ക് ആരുടെങ്കിലും വ്യവസ്ഥിതിയിൽ നിന്നോ മറ്റവരിൽ നിന്നോ ഭരണകൂടത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു പീഡനം കിട്ടിയാൽ അതിലുള്ള പ്രതികാരം. ഇങ്ങനെ ഒരുപാട് മാനസിക തലങ്ങളിൽ നിന്നാണ് ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരാൾ വളർന്നു വരുന്നത്. ഇപ്പോൾ 503 പേരെയാണ് അകത്തെടുത്ത് പിടിച്ചിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. 503 പേരെന്ന് പറയുമ്പോൾ 503 കുടുംബമാണ്. കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയും കുടുംബവും അവരെ കാത്തിരിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചവരാണെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കൾ അവരെ കാത്തിരിക്കും, ഭാര്യയെ കാത്തിരിക്കും. എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് അവരോട് ചോദിച്ചാൽ അവർ വീണ്ടും ചെയ്യുന്നു. ഇത് ലഹരി പദാർത്ഥം പോലെ, മദ്യപാനം പോലെ, ചില ഭക്ഷണത്തിനോട് പ്രിയം തോന്നുന്നത് പോലെ, മധുരത്തോട് പ്രിയം തോന്നുന്നത് പോലെ, കയ്പിനോട് ആർക്കും പ്രിയമില്ല, മധുരത്തിനോട് പ്രിയം തോന്നുന്നത് പോലെ, സെക്സിനോട് അല്ലാത്ത പ്രിയം തോന്നുന്നത് പോലെ, ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രിയം തോന്നുന്നത് പോലെ, ആഡംബരക്കാറുകൾക്ക് പ്രിയം തോന്നുന്നത് പോലെ, ഇതൊരു മാനസികാവസ്ഥയാണ്, ഒരു മെൻ്റൽ ട്രോമയാണിത്. ഞാൻ പറഞ്ഞു, ഒരു കാളും ജനിച്ചു വരുന്നത് ഗുണ്ടയാകാനല്ല. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തെല്ലാം പ്രതീക്ഷകളാണ്. മകൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും, അല്ലെ പ്രസിഡന്റ് ആകും, അല്ലെ വലിയ ഓഫീസറാകും, തങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും, അച്ഛനും അമ്മയ്ക്ക് വയസ്സുകാലത്ത് കാലം നീട്ടി ഇരുന്നാൽ മതി, മക്കളെല്ലാം ചെയ്തു തരുമെന്ന് വിചാരിക്കുന്ന വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ വരുന്നത്. പക്ഷെ കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെയും സമൂഹം ഒരുക്കുന്ന സാഹചര്യങ്ങളുടെയും ഞാനീ പറഞ്ഞ പോലെ അവരെ പ്രയോജനപ്പെടുത്താൻ നിൽക്കുന്ന സമ്പത്തിൻ്റെ ശക്തികളുടെയും പൊളിറ്റിക്കൽ ബിനാമികളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇതുണ്ടായി വരുന്നത്. അർജുനായെങ്കി കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM-മായി ബന്ധമുണ്ടെന്നുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെടുത്തി കൊട്ടേഷൻ കൊടുത്തത് CPM ആണെന്ന് പറഞ്ഞ് വലിയ വാർത്ത വന്നു. അതിൽ ന്യായാന്യായങ്ങളിലും കേസിലേക്കൊന്നും ഞാൻ ഈ വീഡിയോയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വലിയ വിവാദമുണ്ടായി ഇവിടെ സംസ്ഥാനത്ത്. കൊടിസുനിക്കും അതുപോലുള്ള സംഘത്തിനുമൊക്കെ തഴച്ചു വളരാൻ അവസരം കൊടുത്തത് ഇവരാണ് എന്നുള്ള പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഗുണ്ട സെറ്റപ്പ് ഉണ്ടെന്നാണ്, കൊട്ടേഷൻ സെറ്റപ്പ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എത്ര മോശമാണ് നമ്മുടെ സംവിധാനം. ബോംബെ അധോലോക നായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദാവീദ് ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന വളരെ വലിയ സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ദാവൂദ് ഇബ്രാഹിമിനെ നേരിട്ട് കണ്ടിട്ടുള്ളവരല്ല. ഡോൺ, അധോലോക ഡോൺമാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കൊട്ടേഷൻ എടുക്കുന്ന സംഘങ്ങൾ, വായ്പ എടുത്താൽ തിരിച്ചടത്തില്ലെങ്കിൽ കൊട്ടേഷൻ സംഘം വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും, വീട് ജപ്തി ചെയ്യാൻ സഹായിക്കും, തല്ലാൻ സഹായിക്കും, പിന്നെ പണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതിനെ തല്ലാനായിട്ട് സഹായിക്കും. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഗൂണ്ടാരാജ് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. സത്യമായി കാണണം. എന്തായാലും ADGP വിജയൻ IPS വന്നതിന് ശേഷം ഈ ഗുണ്ടാരാജിനെതിരെ ശക്തമായ നിലപാട് എടുക്കുന്നുണ്ട്. ഹേമചന്ദ്രൻ IPS-ൻ്റെ ശക്തമായ ഉപദേശമുണ്ട്. അതിനേക്കാളൊക്കെ അതിശക്തമായി രമേശ് ചെന്നിത്തലയുടെ അതിശക്തമായ നിശ്ചയദാർഢ്യമുണ്ട്.
അത് ചെറുതല്ല, എളുപ്പമല്ല. രമേശ് ചെന്നിത്തല കൈവച്ചിരിക്കുന്ന 2 മേഖലയും, ഒന്ന് ഗഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ മേഖല എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടേഷൻ സംഘത്തിൻ്റെ മേഖലയാണ്. അത് അന്താരാഷ്ട്ര വേരുകളുള്ള മേഖലയാണ്. കടലോളം ആഴത്തിലും ആകാശത്തോളം പരപ്പിലും കിടക്കുന്ന, പർവ്വതങ്ങളോളം ഉയരത്തിലും കിടക്കുന്ന വളരെ വലിയ ശൃംഖലയാണ്. അത് ചെറിയ ശൃംഖലയൊന്നുമല്ല. കോടാനുകോടി രൂപയുടെ വലിയ ശൃംഖലയിലാണ് രമേശ് ചെന്നിത്തല കൊണ്ട് കൈവയ്ക്കുകയും ആയിരങ്ങളെ അകത്തിടുകയും കോടാനുകോടി രൂപയുടെ ലഹരി പദാർത്ഥം പിടിക്കുകയും ചെയ്തത്. അടുത്തതാണ് ഓപ്പറേഷൻ ഗ്രിപ്പ്. വലിയ പദ്ധതിയാണത്. ധാരാളം പേരാണ് അകത്ത് കിടക്കുന്നത്. 503 പേരെ പിടിച്ചു ഇതുവരെ. അപ്പോൾ ഇത് പിടിക്കപ്പെടുന്ന ഗുണ്ടകളെന്ന പേര് വരുന്നവർ, ഗുണ്ടാ ലിസ്റ്റിലുള്ളവർ, പിടിക്കപ്പെടുന്നവർ, ഇനി പിടിക്കപ്പെടാനിരിക്കുന്നവർ, ദയവായി നിങ്ങൾ ആ വഴി തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ വഴി അതല്ല. നിങ്ങളുടെ വഴി മറ്റൊരു വഴിയാണ്. നിങ്ങൾ നന്നാവണമെന്ന് ഞാൻ പറയുന്ന ആളല്ല. ഞാൻ ആരും നന്നാക്കാൻ ഞാൻ ഉപദേശകനും പിന്നെ സുവിശേഷ പ്രാസംഗികനൊന്നുമല്ല, നന്നാവണം എന്നൊന്നും പറയാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തിനാണ് ഈ ബഹളമുണ്ടാക്കുന്നത്? അധ്വാനിച്ച് ജീവിക്കുന്നതിന് പകരം ഈ പറഞ്ഞ പോലെ മറ്റൊരാളിൻ്റെ തലയെടുക്കാനും വെട്ടാനും കൊല്ലാനും കുത്താനും കിളയ്ക്കാനും നടക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഗുണ്ടകളെ പിടിച്ചകത്തിടുക തന്നെ വേണം. അതിനകത്തൊന്നും തർക്കമില്ല. അർജുനായെങ്കിൽ വെല്ലുവിളിച്ച് ഒരു വ്യവസ്ഥിതിയെ, ഒരു സിസ്റ്റത്തെ, ഒരു സിസ്റ്റം എത്രയോ വലുതാണ്. സംസ്ഥാന ആഭ്യന്തര DGP മുതൽ സാധാ പോലീസ് വരെ വലിയ സന്നാഹമുള്ളതാണ്. പട്ടാളമുണ്ട്, ഇവിടെ ആംഡ് റിസർവ് പോലീസുണ്ട്, വിവിധ തരത്തിലുള്ള സായുധ സേനയുണ്ട്. അങ്ങനെയുള്ള രാജ്യത്താണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നത്. എത്ര ദിവസം വെല്ലുവിളിക്കാൻ പറ്റും? ഒരു നിസ്സാരപ്പെട്ട ഒരു ആട്ടോ ഡ്രൈവർ വിചാരിച്ചപ്പോൾ അകത്ത് കിടന്നു. ഇനി ആട്ടോ ഡ്രൈവറുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയൊക്കെ ഗവൺമെൻറ് കൊടുത്തു. ഏതോ ഏജൻസി ആരോ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല കൊടുത്തു. ഇനിയിപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവന് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വളരെ സങ്കടകരമാണ്. 20ഓളം കേസുകളിൽ പ്രതിയാണ് അർജുനായെങ്കിൽ. ജയിലിടിഞ്ഞാലും തിരിച്ചു വരാൻ രീതിയിലുള്ള കേസ്. പക്ഷേ വലിയ വക്കീൽ കാണും, എല്ലാവരും സ്വാധീനിച്ച് പുറത്തിറങ്ങും, വലിയ പണം കാണും അതിൻ്റെ പിന്നിൽ. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഈ ഗുണ്ടകൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ വരുന്നവർ, വരാനിരിക്കുന്നവർ, വന്നിട്ടുള്ളവർ പുനർവിചിന്തനം നടത്തുക. ഓപ്പറേഷൻ ഗ്രിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ തല വെക്കരുത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം.